നിങ്ങളോടൊപ്പം അല്പസമയം എനിക്ക് സംസാരിക്കാൻ അവസരം തന്നതിന്, അതിലുപരി സർവശക്തനായ സൃഷ്ടാവിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് തന്നെ അറിയാം, ഈ ലോകത്ത് സകല മനുഷ്യജീവികളും അല്ലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന ഒരു സമയമാണിത്. ആ സമയത്ത് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് പോലും വലിയ ഭാഗ്യമായിട്ട് കാണണം, വേണ്ടേ? കാരണം എത്ര ഈ ഒരു ലോകത്ത് ഈ സമയം എഴുന്നേൽക്കാത്ത ഒരുപാട് ആളുകൾ ഇന്നുണ്ടാവാം, അല്ലേ? എനിക്ക് സാധാരണ ഈ ഓഫ്ലൈൻ മീറ്റിംഗ് ആണ് ഏറ്റവും ഇഷ്ടം. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാരും കണ്ട് സംസാരിക്കാൻ ഏറ്റവും എളുപ്പം, കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റും. ഇത് എന്ന് പറയുമ്പോ ആരൊക്കെയാണ് പുതപ്പിന്റെ ഉള്ളിലുള്ളതെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പല ആളുകളും ചിലപ്പോ കിച്ചണിലായിരിക്കാം. എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. സാറേ, 400 മേലെ ആളുണ്ട്, 414 ആളുകളുണ്ട്. സാർ വേണമെങ്കിൽ ഒരാളെ മാത്രം, എന്നെ മാത്രം വീഡിയോയിൽ കണ്ട് സംസാരിച്ചോ. ഞാൻ ലൈവായിട്ട് വീഡിയോയിലുണ്ടോ? നമ്മുടെ സാറിനൊക്കെ, നമ്മുടെ MC സാറിനൊക്കെ കാണുന്നുണ്ട്. പറഞ്ഞേ ഉള്ളൂ. 500 ആളാണ് കൊള്ളുക. 414-15 ആളായി. ഒരുപാട് ആളുകളെ കാണാം, ഒരുപാട് ആളുകളെ വീഡിയോ കാണാം, ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. എന്നാലും കുറച്ച് ആളുകളൊക്കെ ഇപ്പോ പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ആളുകളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടാവും. എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ ഈ ഒരു വേളയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കണ്ട് സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയും രാവിലെ എല്ലാവരും രാവിലെ നമുക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ രാവിലത്തെ ഈ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് നെഞ്ചത്ത് കൈവെക്കാവോ? ഇയാളെ കൊണ്ട് രാവിലെ തന്നെ ഇറങ്ങാറായില്ലല്ലേ? ഇതാ ചെയ്യാ. നെഞ്ചിന് ഇടിക്കുന്നത് അറിയുന്നുണ്ടോ? നെഞ്ചിടിക്കുന്നത് അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടോ? അത് സംസാരിക്കാൻ കഴിയൂല. അല്ല, നമ്മളെ MC-ക്ക് സംസാരിക്കാം. അപ്പൊ ഒരുപാട് ആളുകൾക്ക് നെഞ്ചിന്റെ ഇടിപ്പ് ഞാൻ ഈ പറഞ്ഞ സമയമായിരിക്കും അറിയുന്നുണ്ടാവുക, അല്ലേ? ഞാൻ ആ പറഞ്ഞ സമയത്തായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ആ നെഞ്ചിലെ ഇടിപ്പ്. നമ്മളെ കൺപോളകള് ഇങ്ങനെ തുറക്കുന്നതും പൂട്ടുന്നതുമായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അനുഭവപ്പെടുന്നുണ്ടല്ലേ? ഇത് ഞാൻ പറഞ്ഞ സമയത്താണ് നിങ്ങൾ ശ്രദ്ധിച്ചത്, അല്ലേ? ഇതുപോലെ മനുഷ്യന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് ഈ ലോകം ഇത്രയും അധികം നമുക്ക് ആസ്വദിക്കാനൊക്കെ പറ്റുന്നത്, അല്ലേ? മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കപ്പുറത്താണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ആണിനുള്ളത് പോലെയല്ല പെണ്ണിന്റെ കഴിവുകൾ, പെണ്ണിനുള്ളത് പോലെയല്ല ആണിനുമുള്ള കഴിവുകൾ. അങ്ങനെ ഒരുപാട് മനുഷ്യന്മാർക്കുള്ള അനുഗ്രഹമുണ്ട്. ഒരു വർഷം 38 ദശലക്ഷം ഇടിപ്പുകളുള്ള ഹൃദയം നമുക്ക് തന്നിട്ടുണ്ട്. സൃഷ്ടാവ് ഒരു വർഷം 38 ദശലക്ഷം ഇടിപ്പുകളുള്ള ഹൃദയം നമുക്ക് തന്നിട്ടുണ്ട്. 1.2 ദശലക്ഷം ഫിൽറ്ററിംഗ് കപ്പാസിറ്റി ഉള്ള നമ്മുടെ കരള്, നമ്മുടെ ചെറിയ ആളുകളെ സ്നേഹത്തോട് വിളിക്കുന്നതാണ് കരളെന്ന്. അങ്ങനെ കരള് തന്നിട്ടുണ്ട്. 2.5 ദശലക്ഷം മെമ്മറി കപ്പാസിറ്റി ഉള്ള തലച്ചോറ് പറിച്ചവൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ 324 പിക്സൽ കാഴ്ച നിലവാരമുള്ള കണ്ണുകൾ പറിച്ചവൻ നമുക്ക് തന്നിട്ടുണ്ട്. ചലനവും സന്തുലിതാവസ്ഥയും ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 206 അസ്ഥികൾ, 60,000 മേൽ അടങ്ങുന്ന രക്തക്കുഴലുകളൊക്കെ അടങ്ങിയതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഇതൊക്കെ വലിയ അനുഗ്രഹമാണ്. ഞാനിതിവിടെ പറയാൻ കാരണം നമ്മൾ ആദ്യം തിരിച്ചറിയണം എന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ തുടക്കത്തിൽ നിങ്ങൾക്ക്
എക്സ്പീരിയൻസ് ആദ്യമായിട്ട് ചിലപ്പോ എക്സ്പീരിയൻസ് മുന്നായിട്ട് നെഞ്ചത്ത് കൈവെക്കാനും കൺപോളകൾ തുറക്കുന്നുണ്ടോ പൂട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാനും ഒക്കെ ഞങ്ങൾ ഈ പറയാനുള്ള കാരണം നമ്മൾ ആരെന്ന് തിരിച്ചറിയാത്തോളം കാലം നമുക്ക് ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ഓരോ ആൾക്കാരും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ്. പ്രായം പ്രശ്നമല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസം പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. MI രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ ബിസിനസ് ചെയ്യാൻ ഒന്നും തടസ്സമല്ല. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ പറയുന്ന ഞാൻ. കാരണം മെഡിക്കൽ സർട്ടിഫിക്കറ്റില് 100% ഡിസേബിൾഡ് ആയിട്ടുള്ള ആളെന്നാണ് അവര് പറയുന്നത്. പക്ഷേ സൃഷ്ടാവിന്റെ അപാരമായ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഒരു ശതമാനം, ആ 1% ഞാൻ പഠിച്ചവനോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുള്ളത്. കാരണം ആ 1% വെച്ചിട്ട് വേണം നിങ്ങളോടൊപ്പം ഈ ഫാസ്റ്റ് ആയിട്ടുള്ള ലോകത്തെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഈ ലോകത്ത് നിങ്ങളോടൊപ്പം മത്സരിക്കാം. നമുക്കറിയാം MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം വളരെയധികം ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അല്ലെ. ഈ ഒരു മേഖലയിൽ നിങ്ങളോടൊപ്പം മത്സരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. പക്ഷേ ആ 1% വെച്ച് എനിക്ക് എവിടെയൊക്കെ എത്താൻ പറ്റും അവിടെയൊക്കെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. എന്തായാലും സൃഷ്ടാവിന്റെ അനുഗ്രഹം കൊണ്ട് റീജിയണൽ ടീം കോർഡിനേറ്റർ നേരത്തെ സാറ് പറഞ്ഞതുപോലെ 2 കോടിക്കടുത്ത് ബിസിനസ് ടേൺ ഓവർ ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചു. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത് എന്റെ കൈകൊണ്ടല്ല, സത്യമായിട്ടും ഇത് എന്റെ കൈകൊണ്ടല്ല. കാരണം ഇത് സൃഷ്ടാവിന്റെ അനുഗ്രഹവും അതേപോലെ ഇത്രയും ആളുകൾ അടങ്ങുന്ന എന്നെക്കാളും കഴിവുള്ള ആളുകൾ എന്റെ ടീമിൽ കടന്നു വന്നത് കൊണ്ട് മാത്രമാണ്. ഇന്ന് എനിക്ക് കർണാടക കുംട്ടയിലൊക്കെ ടീമുണ്ട്. പക്ഷേ ഞാൻ 1-2 പ്രാവശ്യം മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. പക്ഷേ അവിടെ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ, കന്നഡ സംസാരിക്കുന്ന ആളുകളൊക്കെയാണ്. പക്ഷെ എനിക്ക് ഹിന്ദിന്റെയും കന്നഡന്റെയും ഒന്നും ABCD അറിയില്ല. പക്ഷെ ഞാൻ അവിടെ പോയ സമയത്ത് ഒരു കന്നഡ സ്പീച്ച് ഒരു ദിവസം എനിക്ക് അവിടെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ പഠിച്ചിട്ട് അവിടെ പോയി എന്നിട്ട് 5 മിനിറ്റ് സംസാരിച്ച്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് കർണാടക സംസാരിക്കുമ്പോഴാണ് സാർ ഞാൻ നേരത്തെ ഒരു കാണാപ്പാടം പഠിച്ചിട്ട് സംസാരിച്ചാന്ന് പറഞ്ഞപ്പോഴാണ് അത് അവർക്ക് മനസ്സിലായത്. പക്ഷെ നമുക്ക് അതേപോലെ ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റണം. നമ്മുടെ മാക്സിമം വെള്ളം ചേർക്കാതെ 100% വെള്ളം ചേർക്കാതെ ചെയ്യാൻ പറ്റണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ എനിക്ക് ആ ഹിന്ദിയും ഞാൻ അവിടെ പോകാനുള്ള ഒരു മനസ്സ് കാണിച്ചു, അവിടെ അത് പോയി പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചു. ഞാൻ 1-to-1 മുതൽ ഹോം മീറ്റിംഗ് മുതൽ പ്രോഡക്റ്റ് ട്രെയിനിങ് മുതൽ GTS വരെ എടുത്തിട്ടുണ്ട്. എന്റെ ടീമുകളിലുള്ള ആളുകൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ തന്നെ എടുത്ത് നടന്നിട്ടുണ്ട് ഓരോ വീട്ടില്. ഒരു ദിവസം ഒരു വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള ഒരു നിസ്കാരപ്പായിൽ ഒരു ലേഡി ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. അപ്പൊ അപ്പോ ഞാൻ 1-to-1 കൊടുക്കണമെന്ന് ഫസ്റ്റ് വന്ന വ്യക്തിക്ക് വളരെയധികം നിർബന്ധം. അപ്പൊ ഞാൻ പറഞ്ഞ് ഫസ്റ്റ് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ലീഡർമാരുണ്ട്, ഇപ്പം തന്നെ ഞാൻ വരണോ ചോദിച്ചപ്പോ സാർ തന്നെ വരണമെന്നുള്ള നിർബന്ധം പിടിച്ചപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയി. അദ്ദേഹത്തിന്റെ കൂടെ പോയ സമയത്ത് ആള് പിന്നെ ഒന്നും പറയാതെ ആയിരുന്നു ആ വീട്ടിൽ എന്നെ കൊണ്ടുപോയത്. എന്റെ വീൽ ചെയറൊക്കെ കാറ് നിറക്കി വെക്കുന്ന സമയത്ത് ആ ലേഡി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു 10 രൂപ കൈമ കൊടുത്തിട്ട് പറഞ്ഞ് ഇതാടെ വെച്ചോളി, ഇങ്ങോട്ടൊന്നും ഇറക്കണ്ട. അപ്പൊ നമ്മളെ കോൺഫിഡൻസ് എന്തായിരിക്കും അവസ്ഥ? 10 രൂപ തന്നിട്ട് നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ കൊണ്ടുപോയ ആളെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ ചങ്ങായി നേരെ എന്നെ എടുത്ത് വണ്ടി കയറ്റാനോ പോകുന്നത്. ഞാൻ പറഞ്ഞ ആളെ കേട്ടില്ല. ഞാൻ പറഞ്ഞിന് എന്നെ കൊണ്ടുവരുമ്പോ ആളൊരു പ്രത്യേകം പറയുന്നുള്ള കാര്യം. പക്ഷെ അവർക്ക് ആദ്യമായിട്ടുള്ള ആളുകളായതുകൊണ്ട് ഇങ്ങനെ ചില തിരിച്ചറിവുകൾ ഉണ്ടായില്ല. പക്ഷേ ആള് ഞാൻ പറഞ്ഞ ഒരു 2 മിനിറ്റ് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ആ ലേഡിയോട് പറഞ്ഞു ഞാനിങ്ങനെ പൈസ വാങ്ങിക്കാൻ വന്നതല്ല, ഒരു 10 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ പറ്റും? ആ മോനെ സംസാരിക്കാതെ എനിക്ക് അറിയില്ലാത്തോ എന്നൊക്കെ പറഞ്ഞ് ആ ലേഡി വീട്ടിന്റെ ഉമ്മറത്ത് തന്നെ കൊണ്ടുപോയി ഞാനും അവനൊക്കെ ഇരുന്ന് സംസാരിച്ച് അവിടുന്ന് ഒരു 5000 രൂപയുടെ പ്രോഡക്റ്റ് എടുപ്പിച്ചിട്ട് അവരെ വീട്ടിൽ വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അവിടെയൊക്കെ ഇൻസൾട്ട് ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് അവിടെയുള്ള ഇനീഷ്യേറ്റീവ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ ഈ മോർണിംഗ് മീറ്റിംഗ് വരാൻ കാരണം ഉമസാറാണ്. കാരണം ഉമസാറിന് ഞാൻ കൊടുത്ത വാക്കാണ് ഇന്ന് രാവിലെ സാർ എന്തായാലും ഞാൻ പങ്കെടുക്കുന്നത്. കാരണം ഇന്നലെ ഞാൻ ഏകദേശം കുറച്ച് മരുന്നൊക്കെ കഴിച്ച്
എന്റെ ശരീരത്തിന് കുറച്ച് കോയമ്പ് പോലത്തെ കുറച്ച് സംഭവം പരത്തിയിട്ടാണ് കിടന്നത്. ഞങ്ങൾക്ക് ഉറക്കേണ്ട കിട്ടുന്നില്ല. കാരണം രാവിലെ എണീക്കാൻ പറ്റുമോ ആ ചിന്തയുണ്ട് കിടന്നടിച്ച് ആ ഒരു അവസ്ഥയില്ല. പക്ഷെ അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് എണീക്കാൻ പറ്റി. എന്താ അനുഗ്രഹം കൊണ്ട് തന്നെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് 100% വെള്ളം ചേർക്കാതെ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അത് ഏത് മേഖലയിൽ നിന്നായാലും. പ്രത്യേകിച്ച് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ബിസിനസിന്റെ കപ്പിത്താൻ നിങ്ങളാവുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു മേഖലയുടെ കപ്പിത്താനായിട്ട് നമുക്ക് മാറുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. കാരണം ഇന്ന് നിങ്ങൾ വിചാരിക്കുകയാണ് എന്നെ ഉമർ സാർ വിളിക്കട്ടെ, അല്ലെങ്കിൽ വേറൊരു അപ്ലൈൻ എന്നെ വിളിക്കട്ടെ, എന്നിട്ട് അദ്ദേഹം ചോദിക്കട്ടെ ഞാൻ ഇന്നെന്താ ചെയ്യേണ്ടത്. അങ്ങനെ ഒരിക്കലും പാടില്ല. നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ എന്താണോ ആവശ്യം, നമ്മുടെ അച്ചീവ്മെന്റ് എന്താണ്, ഇന്ന് ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എൻ്റെ അച്ചീവ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഞാൻ എന്താവുന്നുള്ളത് ലീഡേഴ്സ് പറഞ്ഞിട്ടല്ല, നിങ്ങൾ അങ്ങോട്ട് പറയണം. നിങ്ങൾ അങ്ങോട്ട് ലീഡേഴ്സിനോട് പറയണം, ഞാൻ ഇന്ന ആഴ്ച കൊണ്ട് ഇന്ന് അച്ചീവ്മെന്റിലെത്തും സാർ, ഇന്ന് ഞാനൊരു 10 ക്ലോസിംഗ് കൊണ്ടുവരും സാർ, ഞാൻ ഇന്ന് ഇത്ര റീപർച്ചേസ് ചെയ്യും സാർ, ഞാൻ ഇന്ന് എത്ര റീറ്റെയിൽ ചെയ്യും സാർ. ഈ രീതിയിൽ ലീഡേഴ്സിനെ അങ്ങോട്ടേക്ക് വിളിച്ച് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുന്ന അവസരത്തിൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ ടീമിനെ വിളിക്കുക. സാർ ഞാൻ റെഡിയാണ്, ഇതെന്റെ ജീവിതത്തിലെ ഒരു തുടക്കമാണ്. ഇന്ന് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ആർട്ടിസ്റ്റ് ആയിരിക്കാം, പക്ഷെ എന്നെ കണ്ടിട്ട് ഒരുപാട് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ പോലും എന്നെ കണ്ടിട്ട് MI ലൈഫ് സ്റ്റൈലിൽ വന്നിട്ട് വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയ ആളുകളുണ്ട്. ഇന്റർനാഷണൽ കോർഡിനേറ്റേഴ്സ് വരെ ഇന്ന് എന്നെ കണ്ടിട്ട് MI ലൈഫ് സ്റ്റൈലിൽ വന്നിട്ട് വിജയം കൈവരിച്ച ആളുകളുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആ 1% വെച്ചിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും വളരെ അനുഗ്രഹീതമായ ആളുകളാണ്. കാരണം നിങ്ങൾക്ക് 100% നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എനിക്ക് ഒരാളോട് ഷെയ്ക്ക് കൊടുക്കണമെങ്കിൽ അവരെന്റെ അടുക്കൽ വന്നിട്ട് എനിക്ക് ഷെയ്ക്ക് തരണം. നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അവർക്ക് ഷെയ്ക്ക് കൊടുക്കാം. അതിനർത്ഥം നിങ്ങൾക്ക് മൂവ് ചെയ്യാം, നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണം അവിടെയൊക്കെ സഞ്ചരിക്കാൻ ഒരാളെ സഹായം വേണ്ട. പക്ഷെ എന്നെ സംബന്ധിച്ച് മൂവ് ചെയ്യണമെങ്കിൽ ഒരുപാട് ആളുകളുടെ സഹായവും ഹെൽപ്പും ഒക്കെ വേണം. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റാങ്കിൽ എത്തിയത്. നിങ്ങൾ ആലോചിക്കുക, ഒന്നിനും തടസ്സമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ബിസിനസ് തുടക്ക സമയത്ത് എൻ്റെ നാഷണൽ ടീം കോർഡിനേറ്റർ വിജയ് സാറിന് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹമാണ് എനിക്ക് അവസരം നൽകിയത്. അദ്ദേഹം എൻ്റെ ഷോപ്പിൽ അന്ന് വരുന്ന സമയത്ത് ഒരു കാറിലൊക്കെയാണ് അദ്ദേഹം അന്ന് വന്നത്. ടൈയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ എന്റെ മനസ്സിൽ ടൈയൊക്കെ കെട്ടിയിട്ട് വരുന്ന ആള് ഇത്തിരി പന്തിയരാണ്, എന്താ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ എൻ്റെ ഷോപ്പിൽ ഈ ഒരു സ്റ്റേഷനറി ഒക്കെ കൊണ്ടുവരുന്ന ഒരാളുണ്ട്. സ്റ്റേഷനറി ഞാൻ പണ്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനൊക്കെ വെച്ചിട്ട് കുറച്ച് അനാദി കച്ചവടമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ്റ്റാറ്റ് കച്ചവടത്തിൽ തുടങ്ങിയതാണ്. പക്ഷെ എന്താ പറയാ, കച്ചവടം ഇല്ലാത്തത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള പല സാധനങ്ങളും ആ ഒരു ഷോപ്പിലേക്ക് കയറ്റി. അങ്ങനെ 7 ലക്ഷം രൂപ കടബാധ്യത വന്ന് നിൽക്കുന്ന സമയത്താണ് അവിടെ സ്റ്റേഷനറി വിൽക്കുന്ന ഒരു വ്യക്തി മുഖാന്തരം അദ്ദേഹം എൻ്റെ ഷോപ്പിൽ വന്നിട്ട് പറഞ്ഞു, സാറേ എന്തെങ്കിലും 2 സാധനങ്ങൾ എടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ഏകദേശം ഇത് പൂട്ടിയിട്ട് പോകാൻ പോകുന്നേ, എന്നാൽ നിങ്ങൾ ഈ സാധനം നനക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവര് നിർബന്ധിച്ച്, സാറേ എൻ്റെ കുട്ടികൾ പട്ടിണിയാവും, ഏകദേശം വൈകുന്നേരമായി, എന്തെങ്കിലും എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മലയാളികളുടെ അവസ്ഥ അറിയാലോ, ആരെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിയിൽ സങ്കടം കാണിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പൊ ഞാൻ ആ രീതിയിൽ എനിക്ക് സങ്കടമായി. അപ്പൊ ഓക്കെ എന്തെങ്കിലും 2 സംഭവം വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു പാക്കറ്റ് ബാമും, ഇതുവരെ കാണാത്തൊരു പേരിലുള്ള ഒരു ബാമും, അതേപോലെ തന്നെ ഒരു പാക്കറ്റ് 2 മിഠായി ഒക്കെ വെച്ചിട്ട് അയാള് എൻ്റെ ഷോപ്പിൽ പോയി. അദ്ദേഹത്തിന് നന്ദിയൊക്കെ പറ്റാന്ന് പോയത്. അത് 2 ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം എൻ്റെ ഷോപ്പിൽ വന്ന് ഈവനിങ് ജസ്റ്റ് ഒന്ന് കയറുമല്ലോ, ആ നന്ദി ഉള്ളത് കൊണ്ട് തന്നെ അയാൾ പിറ്റേ ദിവസം ഈവനിങ് എൻ്റെ ഷോപ്പിലേക്ക് കയറി വന്നു. ആ കയറി വന്ന സമയത്ത് സാധനം ഒന്നും കാണില്ല. ഈ ആള് ഭയങ്കര അതിശയത്തിൽ നോക്കും. ഇയാളുടെ സാധനം ഇതുവരെ ആരും വാങ്ങിക്കാത്ത രീതിയിലാണ് അദ്ദേഹം എന്നെ നോക്കുന്നത്. ഈ ഷോപ്പെല്ലാം നോക്കുന്നത്, സാധനം എടുത്തു, ഞാൻ സാധനം കഴിഞ്ഞു.
സാധനം കഴിഞ്ഞാ അതെങ്ങനെയാ? ഞാൻ പറഞ്ഞു നിങ്ങൾ പോയ ഉടനെ തന്നെ ഈവനിങ് വൈകുന്നേരം ഷോപ്പിൽ ആ സമയത്ത് ചായ ഉണ്ടായിരുന്നു. ഈവനിങ് വന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ആ സമയത്ത് വൈകുന്നേരം വന്നിട്ട് എൻ്റെ അടുത്ത് ഇരുന്ന്. അപ്പോൾ എന്നോട് പറയടാ നല്ല തലവേദന ഉണ്ട് ധനുഷ, അപ്പോ ഒന്ന് കഴിച്ചിട്ട് വരുന്നതാണ്, നീ എനിക്ക് ചായ ആക്കാൻ മതി എന്ന് പറഞ്ഞു. പിന്നെ ഒരു ചായ ആയി കൊടുക്കുന്നത്, ഓനൊരു ചായ കൊടുത്ത് ഓന ആ ചായ കുടിച്ചിരിക്കുന്ന സമയത്താണ് എന്താ തലവേദന, അത് ഇതേതാ ബാമ്, എന്നിട്ടാണ് ഓന ബാം ശ്രദ്ധിക്കുന്നത്. ആ ബാം ഓൻ്റെ എടുത്തിട്ട് ഞമ്മളെ പുതിയ ബന്ധാന്ന്, ഞാൻ മന്ത്രിച്ചിട്ട് വെച്ചാന്ന് വെറുതെ ചുമ്മാ പറഞ്ഞതാണ്. ഞാൻ എന്തോ ഒരു പറയുന്ന ഒരു താളത്തിൽ പറയുകയെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് വെറുതെ പറഞ്ഞാ മന്ത്രിച്ചിട്ട് വെച്ചാന്ന് പറഞ്ഞ് ആ ചെങ്ങായി ആ ബാം എടുത്ത് തലക്ക് വെട്ടി. പോവാൻ പോകുമ്പം ചെങ്ങായി എന്നോട് പറയുന്നത് ഞാൻ കേട്ടിനി, അത് നിന്റെ മന്ത്രിച്ച ബാം അടിപൊളിയാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചത് കാര്യാക്കി എടുത്താ ഇത് പറഞ്ഞ് അങ്ങ് പോയി. പക്ഷേ ഏകദേശം ഒരു 7 മണി സമയത്ത് ഈ ബാം ഒന്നുമില്ല. കാരണം ഓരോരാൾ ടെൻഷനെ മന്ത്രിച്ച് വാങ്ങോട്ടെ എന്ന് പറഞ്ഞ് ഓരോരാൾ ഈ പ്രോഡക്റ്റ് വന്നിട്ട് വാങ്ങിയിട്ട് അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ വീട്ടിൽ കയറുന്ന സമയത്തുണ്ട് ഉമ്മറത്തുനിന്ന് ഉപ്പ എന്നെ ഒറ്റ നോട്ടോ എന്നെ കൊണ്ടുവരുമ്പോ, നീ ഇപ്പൊ ഷോപ്പില് മറ്റേ ബാമും കച്ചവടം ചെയ്യാം, മന്ത്രിച്ച് ബാമും കച്ചവടം ചെയ്യാം, ഞാൻ ഒരു ഉസ്താദാ. ഞാൻ പറഞ്ഞല്ല, ഞാൻ സംഭവം ഇവരോടൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ അല്ല, എല്ലാരും പറയുന്നത് നീ ബാമും കച്ചവടം ചെയ്യുന്നുണ്ട് മന്ത്രിച്ചിട്ട്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല സംഭവം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒപ്പിച്ച്. അങ്ങനെ പിറ്റേ ദിവസം ഉണ്ട് അയാൾ ആ സമയത്ത് തന്നെ അയാൾ എന്നോട് ചോദിച്ചു, സാറേ നിങ്ങൾക്ക് ഭയങ്കര കഴിവുണ്ട്, നിങ്ങൾ കുറച്ചും കൂടി സാധനം വെക്കും. ഞാൻ പറഞ്ഞു ഇനി വേണ്ട, അതെങ്ങനെയാ പോയതാണ്, ഇനി വെക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും പോയി തോന്നുന്നു. അത് കുറച്ച് മിഠായി വെച്ചിട്ട് അയാൾ പോകാൻ പറയും, നാളെ നിങ്ങളൊന്ന് ഫ്രീ ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഏകദേശം ഈ ഷോപ്പെല്ലാം പൂട്ടാൻ വേണ്ടി നിൽക്കുന്നതാണ്, ഞാൻ നിങ്ങളെ സഹായിച്ചാണ് ഞാൻ ജസ്റ്റ് ഞാൻ എന്നാ പിന്നെ ഒരാളെയും കൂടി നാളെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ഗ്രേറ്റ് ഡേയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ ഹിതേഷ് സാറേയും കൂട്ടിയിട്ട് അദ്ദേഹം എൻ്റെ ഷോപ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഹിതേഷ് സാർ എൻ്റെ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ ആ ഷോപ്പിന്റെ ഒരു മൂലക്കാണ് ഇരിക്കുന്നത്. ആ മൂലക്ക് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആദ്യം നമ്മളെ ആ വിൽക്കുന്ന ചങ്ങായി ഇതേ സാറിന് ആദ്യം അങ്ങോട്ട് എൻ്റെ ഷോപ്പിലേക്ക് അയച്ചു. എന്നിട്ട് ഇതേ സാറ് എൻ്റെ ഷോപ്പ് മൊത്തം ഒന്ന് നോക്കുന്നതാ, ആരെയും കാണുന്നില്ല. ഞാൻ ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട്, പാലിങ്ങനെ നോക്കുന്നുണ്ട്, ഏത് ഭാഗത്തുനിന്നാ സൗണ്ട് വരുന്നതെന്ന് അറിയുന്നില്ലല്ലോ. ഞാനാണെങ്കിൽ ഒരു ചെറിയൊരു സാധനം, അപ്പൊ എന്നെ മൊത്തത്തിൽ കാണുന്നുമില്ല. ഞാനാണെങ്കിൽ ഒരു ചാക്കിന്റെ സൈഡിലാണ് ഉള്ളത്. അപ്പോ ഇതേ സാറ് വന്നിട്ട് ഇങ്ങനെ മൊത്തത്തിൽ നോക്കുന്നുണ്ട്. ഞാൻ ഹലോ ഹലോ, അപ്പാണ് ഇതേ സാറിന്റെ കണ്ണ് നേരെ എൻ്റെ അടുക്ക വന്നേ. ഇതേ സാറിന്റെ കണ്ണ് എൻ്റെ അടുക്ക എത്തുമ്പോ തന്നെ ആള് അല്ലപ്പാ ഇതാരോട് ഞാൻ ബിസിനസ് പറയേണ്ടത്, ചാണകത്തിൽ ചവിട്ടാ ഒക്കെ പറയില്ലേ, ആ രീതിയിൽ ആൾക്ക് എങ്ങനെയാ ഇവിടുന്ന് പോണോ ഇവിടെ നിൽക്കണോ, ഇത് ആരോടാ ഞാൻ ബിസിനസ് പറയാൻ വന്നേ, ഇയാള് ഭയങ്കര ബിസിനസ് മാൻ എന്നെല്ലാം പറഞ്ഞിട്ടാണ് എൻ്റെ ഷോപ്പിലേക്ക് എന്നെ കൊണ്ടുവരുന്നത്. ഇത് കണ്ടപ്പം തന്നെ ആൾ എൻ്റെ അടുത്ത് നിൽക്കുന്നില്ല, ആൾക്ക് എങ്ങനെ പോണോ ഇവിടുന്ന്, എസ്കേപ്പ് ആണോ. അങ്ങനെ മറ്റേ ആൾ ഉന്തി കയറ്റി ചെയ്യുന്നു. ശരിക്കും പ്രസ് ചെയ്യുന്ന ആർക്കും പറയൊന്നുമില്ല, ആൾക്ക് ഇത് ആരോടാ ബിസിനസ് പറയേണ്ടതെന്നുള്ള രീതിയിലല്ലേ. അങ്ങനെ എൻ്റെ അടുത്ത് അദ്ദേഹം അവസാനം ഇരിക്കേണ്ടി വന്ന് ആൾ എൻ്റെ അടുത്ത് ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പ്രോഡക്റ്റ് ഒക്കെ പരിചയപ്പെടുത്തി, ഇതുവരെ കേൾക്കാത്ത പല രീതിയിലുള്ള പ്രോഡക്റ്റുകൾ. ഓക്കെ, പ്രശ്നമില്ല, ഇങ്ങനെ അങ്ങനെ കേട്ട് ലാസ്റ്റ് നമ്മളെ പ്ലാനിലെത്തി. അവസാനം 10 ലക്ഷം മാച്ച് ചെയ്താൽ 1,20,000, 17 ലക്ഷം ബിസിനസ് പോലെ മാച്ച് ചെയ്താൽ 2,10,000 കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു മടക്ക്, അത് വെക്ക് 2,10,000 നിക്കട്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എത്ര പൈസ കിട്ടിയെന്ന് ചോദിച്ചു. അല്ല എനക്ക് പിന്നെ നീട്ടല് എനക്കൊരു 1000 അങ്ങനെ കിട്ടി. ഞാൻ നീ 2,10,000 കിട്ടീനാ, അല്ല അതൊരു സോമകുമാർ മറ്റൊരു ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് ആ ഉറപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇതാരോ ശരിയാവൂല, അല്ല നിങ്ങൾ എന്തായാലും പ്രോഡക്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് ഇയാൾ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ കൊണ്ട് പ്രോഡക്റ്റ് എടുപ്പിച്ച്. അത് സത്യമാണ്, അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവാ. അദ്ദേഹം പ്രോഡക്റ്റ് എടുപ്പിച്ച് ഞാൻ ആ സമയത്ത് ഓർഡർ ഒക്കെ കൊടുത്ത് ഏകദേശം ഒരു 20,000 പ്രോഡക്റ്റ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചു. ഈ പൈസന്റെ കൈമില്ലേ, അത് വലിയ കഥയിലും പറയാൻ എനിക്ക് ഒരു വലിയൊരു സമയം വേണ്ടി വരും. അപ്പൊ എന്റെ ഉമ്മാനെ പറ്റിച്ചിട്ടാക്കിയതാണ്. കാരണം ഉമ്മാനെ പറ്റിക്കാതെ വേറെ പൈസ എനിക്ക് വരുന്ന പൈസ കിട്ടണ്ടേ, ഉമ്മാനെ പറ്റിക്കാൻ. ഞാൻ പറഞ്ഞ ഷോപ്പിൽ അനാദി സ്ഥാനം കയറ്റം എന്നാലും പറ്റി സ്ഥാനം കയറ്റിയതാ. അനാദി സ്ഥാനം കയറ്റണം എന്നൊക്കെ പറഞ്ഞ ഉമ്മാനോട് പൈസ വാങ്ങിച്ചേ. ഉമ്മ അനാദി നോക്കാൻ വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ഉമ്മ അനാദി സാധനം നോക്കാൻ വന്ന് നോക്കുമ്പോണ്ട് കൊറേ ചോപ്പ് പെട്ടി. ഉമ്മ സാധനം നോക്കാൻ വരുമ്പോ ഉമ്മ അരിയും സാധനമല്ല നോക്കാൻ വന്നേ, നോക്കുമ്പോണ്ട് കൊറേ ചോപ്പ് പെട്ടിയും പേസ്റ്റും ഒക്കെ ഏറോലൊക്കെ വെച്ചിട്ടൊരു സംഭവം. ഇത് കാണുമ്പോ തന്നെ ഉമ്മ ഷോപ്പിൽ നിന്ന് ഒരു ഒച്ചയാക്കാൻ നിന്നിന്, ഇതേതാ സൗണ്ട്. പക്ഷെ അന്നത്തെ ഒരു സംഭവം ഉണ്ടായി, കുറെ ആൾക്ക് പരിചയം കിട്ടി. കുറെ ആൾക്കാർ എന്റെ ഷോപ്പിലേക്ക് ഇതുവരെ വരാത്ത പല ആൾക്കാർ എന്റെ ഷോപ്പിൽ വന്ന്. കാരണം ഉമ്മാന്റെ ഈ ശബ്ദം കേട്ടിട്ട് എന്റെ മോനാരും പറ്റിച്ച് ഇതായിരിക്കാത് കൊടുത്തിന്, ഇതെന്തെന്നാണ്, തൈരാണോ, ഇത് മെഡിക്കൽ ഷോപ്പാണോ, ഇതെന്താ നീ എന്താ ഡോക്ടറാന്നൊക്കെ പറഞ്ഞ്. അപ്പം പല ആൾക്കാർ എന്തായാലും അതിനോട് ചോദിക്കാൻ ഇതെന്താ സംഭവം വെച്ചാൽ ഇന്നാരോ പഠിച്ചിട്ട് പോയി, നീ ഇതായിരിക്കും കൊടുത്തേ എല്ലാം പറ്റി. ശരിക്കും ഇവര് പറയുന്ന സത്യം തന്നെയാ, അന്ന് ലാസ്റ്റ് പറ്റിച്ചാ. ഞാൻ ഇവരെല്ലാം പോയ സമയത്ത് എന്റെ ഒപ്പരം നിൽക്കുന്ന ഒരു 2 സ്റ്റാഫ് ഉണ്ട്. സ്റ്റാഫിന് കൊടുക്കാൻ പൈസ ഒന്നുമില്ല, അതെല്ലാം എങ്ങനെയല്ലോ കൊടുക്കുന്നതാണ്. ഒരു 4 മാസം ഞാൻ തള്ളിക്കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് എനിക്കെന്നെ അറിയില്ല. അപ്പം ഇപ്പൊ ഈ ചെങ്ങായി ഞാൻ വിളിച്ചിട്ട് ഒന്ന് വിളിക്കുന്നു, ഇതേ സാറിനെ വിളിക്കും, സാറേ ഒന്ന് ഈ സാധനം എടുത്തിട്ടൊന്ന് കൊണ്ടുപോകണം. ഞാൻ നാളെ വരാൻ തോന്നുന്നു. അപ്പൊ ഞാൻ സന്തോഷമായി, ഇയാൾ സാധനം എടുക്കാൻ വരുന്നതാന്ന് വിചാരിച്ചു. ഇയാള് വന്ന് എന്റെ കൈവഴി 2 ടിക്കറ്റ് തന്നിട്ട് ഒറ്റ പോക്ക്, ഒരു താഴെ മീറ്റിംഗ് ഉണ്ട് സാർ എന്തായാലും പാ, ഈ 2 ടീം ഒരു 2 ടിക്കറ്റ് തന്നിട്ട് ഒറ്റ പോക്ക്. അങ്ങനെ സാധനം എത്തുന്ന സമയത്ത് ഒരു കോമഡി ഉണ്ടായി. ഞാന് നമ്മളെ ബ്ലഡ് പ്യൂരിഫയർ ഓർഡർ ചെയ്തു. കാരണം എന്റെ മുഖത്ത് പിമ്പിൾസ് വരും, ഇടക്കിടക്ക് പിമ്പിൾസ് വരും. കാരണം നമുക്ക് ഞാൻ അധികം ആരോഗ്യപരമായിട്ട് കുറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. കാരണം ഞാൻ അനങ്ങാതിരിക്കുന്ന ആളോ ആയതുകൊണ്ട് തന്നെ മുഖത്ത് അധികവും പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഓയിൽ ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് പിമ്പിൾസ് വരും. അപ്പം ഞാന് ഓർഡർ കൊടുത്ത സാധനമാണ് ബ്ലഡ് പ്യൂരിഫയർ. അപ്പൊ പെട്ടി ഇങ്ങനെ വിളിച്ചു നോക്കുമ്പോണ്ട് എന്റെ കൂടെയുള്ള സ്റ്റാഫ് വായിക്കുന്നത് WOM. W അതിന്റെ ഒരു സാധനം എന്താ ആവുന്ന ഞാൻ പറ്റുന്നില്ല, എന്താ സാധനം ഈ ബ്ലഡ് പ്യൂരിഫയർ ഒന്നും ആവുന്നില്ല. ഒരു ചോപ്പ് പെട്ടി ഉണ്ട്, പക്ഷെ അത് WOEM പറ്റുമോ? ഞാൻ സാറേ ഞാൻ ഇതേ സാറേ ബ്ലഡ് പ്യൂരിഫയർ ഇല്ല, ഒരു വുമൻ കമ്പാനി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. വുമൻ പേരാണ് അങ്ങനെ ഒന്നല്ല പറഞ്ഞേ, അതങ്ങനെ പേർക്കും പറയാൻ അറിയില്ല. ഇങ്ങനെ ഒരു സാധനം ഉണ്ട് സാറേ, ഞാൻ എന്താ ചെയ്യണ്ടേ? സാറേ അത് അതായത് ആ സമയത്ത് നമുക്ക് നാട്ടിൽ നിന്നൊന്നും പ്രോഡക്റ്റ് കിട്ടൂല, എറണാകുളം ബാംഗ്ലൂരിൽ നോക്കിയാ പ്രോഡക്റ്റ് കിട്ടുക. അപ്പൊ ആള് 20,000 പ്രോഡക്റ്റില് പകുതിയും വുമൻ കമ്പാനി തന്നെ ഉള്ളേ. ഇത് ഞാൻ എന്താക്കാനാ? മറ്റേതാണെങ്കിൽ എനിക്ക് കുടിച്ചെടുക്കാം, വുമൻ കമ്പാനി എനിക്ക് കുടിച്ചെടുക്കാൻ പറ്റുമോ? സംഭവം പെട്ട്. ഞാന് ആ സമയത്ത് പിന്നെ നമ്മൾക്ക് ടീം ഇങ്ങനെ ബിൽഡ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ എന്റെ ഷോപ്പിൽ ഒരു ലേഡി ഉണ്ട്, ഒരു ലേഡി അല്ല അപ്പൊ ആ ലേഡി വന്നിട്ട് പ്രായമുള്ള ലേഡിയാ. അപ്പൊ ആള് പറഞ്ഞ് എനിക്ക് എന്റെ ഈ കുറച്ച് സാധനം എനിക്ക് തരാൻ പറ്റുമോ? ഞാൻ പൈസ ഒന്നും തരൂല, ഞാൻ വിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് പൈസ തരാം. എനിക്ക് സന്തോഷമായില്ല. ആയിക്കോട്ടെ, നിങ്ങൾ ഈ സാധനം എടുത്തിട്ട് പോയിക്കോ. അപ്പൊ ഓരോ എന്തായാലും നമ്മളെ ചോപ്പ് കെട്ടി എല്ലാം എടുത്തിട്ട് കുറച്ച് സാധനം എല്ലാം എടുത്തിട്ട് പോയി. അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരം പറഞ്ഞു വന്ന് ഞാൻ മറ്റേ സംഭവം കൊടുത്ത് ഒരാള് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതിന്റെ ഈ ചോപ്പെല്ലാം മാറ്റിയിട്ട് പച്ചയും മഞ്ഞയും നീലയിലാക്കുക, എനിക്കിത് തിരിയുന്നില്ല. നീ കമ്പനിയോട് പറഞ്ഞിട്ട് ഒന്ന് എല്ലാത്തിന്റെ കളറിലൊന്ന് മാറ്റിത്താ, എല്ലാം ചോപ്പാകുമ്പോ എനിക്ക് കൊടുക്കാൻ തിരിയുന്നില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്കൊരു പേര് തട്ടിനോ, ഇത് എന്താ കൊടുത്തേന്ന് അറിയാലോ. അപ്പൊ ആ ലേഡി ഒരു വീട്ടിലൊരു ആണുങ്ങൾക്ക് വയറിന് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ കൊടുത്തത് നമ്മളെ ചാമ്പിത്തേരം കൊടുത്തിട്ടാണ്, വയറ് വേദനക്ക് ചാമ്പിത്തേരം കൊടുത്തിട്ടാണ് നീ വന്നേ. അപ്പൊ എന്നോട് പറഞ്ഞത് തന്നെ ഞാനൊരു വലിയ കുപ്പിയില്ലേ, ആ കുപ്പിയിലെ സാധനമാണ് ഞാൻ കൊടുത്തത്. പിന്നെ അപ്പൊ വയറ് വേദനക്ക് ഞാനത് കൊടുത്തു വന്നത്. ഞാൻ പറഞ്ഞു ചേച്ചി ഇതെന്ത് പണിയാ നിങ്ങൾ കാണിച്ചേ? നിങ്ങൾ ചാമ്പിത്തരാ കൊടുത്തേ. എന്റെ തൻഷാനെ എന്നെ കൊണ്ട് ഞാൻ എങ്ങനെയാ അയാളെ പോവാ, എനിക്ക് പേടിയാന്ന്, എനിക്ക് വിറക്കുന്നതിനെ പറ്റി. പെണ്ണുങ്ങൾ ആകെ പക്ഷെ ആരും പേടിച്ചു പോയി, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഉണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾ രണ്ടാമത് ചിരിച്ചോണ്ട് വരുന്നു. എന്നിട്ട് എന്താ പറയാ, ഒരു തൻഷാനെ ഞാൻ ഈ കൊടുത്തേ ഇനി പറഞ്ഞ വലിയ കുക്കിന്റെ സാധനം കൊടുത്താല് ഒരിക്കലുണ്ടടാ എന്റെ വീട്ടിലേക്ക് വരുന്നത്. ഞാൻ വേഗം പേടിച്ചിട്ട് വാതിൽ പൂട്ടി, അപ്പം തന്നെ എന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറിയാണ്. എന്നോട് പറഞ്ഞത് നിങ്ങളുടെ സാധനം നല്ല രസമുണ്ട്, എന്റെ വയറ് കുടിച്ചപ്പാടന്നെ എന്റെ വയറ്റിൽ നിന്നെല്ലാം കുറച്ച് പോയി, സംഭവം അടിപൊളിയായിട്ടാണ്.
അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് നിങ്ങൾ ചാമ്പിത്തൈലം കൊടുക്കാനല്ല, നമ്മളെ പ്രോഡക്റ്റ് ഉള്ളിച്ചെന്ന ഒന്നും ആവൂല എന്നുള്ളതാ. വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇത് ആള് ഞാൻ കുപ്പി വാങ്ങിച്ചോ, അത് കുറച്ചേരി കുടിച്ചിട്ടുണ്ടാവുക, അവിടെ വന്ന് ഇനി അത് ഉപയോഗിക്കണ്ട, അത് ഡേറ്റ് ഒന്ന് മാറ്റി അത് തിരിച്ചു വാങ്ങിച്ചു, തിരിച്ചു വാങ്ങിച്ചു. അപ്പൊ ഒന്നും ആയിട്ടില്ല, അയാളെ വയറ്റുന്നെല്ലാം പോയി, വയറുവേദനെല്ലാം പോയി, സലാമത്തായി, ഞങ്ങൾ സെറ്റായി. അപ്പോ മറ്റേ ആള് എനിക്ക് ടിക്കറ്റ് വന്നിട്ടല്ലേ പോയെ. അപ്പൊ എനിക്ക് ഈ 3-4 ആളുകളെ കാണുമ്പോൾ തന്നെ എന്റെ കൈയും കാലും വിയർക്കും. അങ്ങനത്തെ ഒരു അസുഖമുള്ള ആളാണ് എനിക്ക്. ഒരു പ്രത്യേകിച്ച് ഈ ലേഡീസിന്റെ സ്മെല്ലെല്ലാം ഒന്നും എനിക്ക് തീരെ സഹിക്കൂല. എനിക്ക് ഈ ലേഡീസ് അതിന്റെ അരിയത്ത് വരുമ്പോൾ തന്നെ ഞാൻ മൊത്തത്തിൽ വരുന്നത്. എന്റെ ഗേറ്റിന്റെ അടുത്ത് ഒരു ലേഡി വരുമ്പോൾ എനിക്ക് മനസ്സിലാവും ആരോവും വരുന്നുണ്ട്. കാരണം ഇവരടിക്കുന്ന പെർഫ്യൂം ഒരു വല്ലാത്ത പെർഫ്യൂമാണ്, എനിക്ക് പറ്റൂല. അപ്പൊ ഞാന് ഉമ്മാര് പറയും, വീട്ടിലാരെങ്കിലും വന്ന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ അന്നെ ആരെയും കാണിക്കൊന്നും വേണ്ട, എന്റെ വാതിൽ പൂട്ടിട്ട് ഞാൻ അധികം, ഞാൻ ലാപ്ടോപ്പിന്റെ മുമ്പിൽ അധികം വാതിലും പൂട്ടി ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഫോണിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ കുറച്ച് ബുക്സ് ഉണ്ടാവും, ഇതേതെങ്കിലും ഒന്നാ ഉണ്ടാവുക. അപ്പോ വയറ് കഴുകാൻ ചാമ്പിത്തൈലം ചെയ്യുന്നുണ്ട് സാറേ, ഇത് പണി കിട്ടുമെന്ന് അറിയില്ല, ആരും അതൊന്നും കൊടുത്തേക്കല്ല. വുമൺ കമ്പേനിയൻ തന്നെ കൊടുക്കണം വയറുവേദന. അത് പീരീഡ്സിന്റെ സമയത്താണ്, അതൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഞാൻ ജസ്റ്റ് ഒരു കോമഡി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ, സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ ഈ 2 ടിക്കറ്റ് കൊടുത്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ രാവിലെ തന്നെ ഒരു 6 മണി സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഓട്ടോ വഴി കൂട്ടാൻ പോയി. പോകുമ്പോ നേടിയാ നീ എന്നെ തൻഷാനെ നീ അമ്മലും ഇവർക്കറിയാം നീ എന്തോ പണിയൊപ്പിക്കുന്നുണ്ട്, നീ ഏടിയ അമ്മലെ കൂട്ടിക്കൊണ്ട് പോകുന്നതെല്ലാം ചോദിക്കുന്നുണ്ട് എൻ്റെ ഓട്ടോക്കാരൻ ചങ്ങായി, പിന്നെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫും. അപ്പൊ നമ്മൾ പോയി, ഞാൻ പറഞ്ഞില്ലടാ ഒരു 10 ആളുണ്ടാകുന്ന ഒരു മീറ്റിംഗ് ആണ്, അവിടത്തേക്കാ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് മിസ്സബ് എന്നാ പേര്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്നെ എടുക്കുന്ന സമയത്ത് എനിക്ക് മുകളിലാകുന്നു, താഴെ കാണൂല. കാരണം അന്നീ കുട്ടികളെ എടുക്കുന്ന പോലെ എടുക്കുക. അപ്പൊ എനിക്ക് ഈ മുകളിലാകാണ്, താഴെ നടക്കുന്ന ഒന്നും എനിക്ക് കാണൂല. അപ്പൊ അന്നീ ഇങ്ങനെ എടുത്ത് പോകുമ്പോ എന്നോട് ചോദിക്കുന്ന തൻഷാനെ നീ എത്ര ആളെന്നാ പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ലട ഒരു 10 ആള്. ഇത് 10 ആളൊന്നും അല്ല, ഇത് എത്രയോ ആൾക്കാരുണ്ട്, നീ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഞാൻ ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരു മോനെ ഇതൊരു 1000-ന് പുറത്ത് ആൾക്കാരുണ്ടാവും പറഞ്ഞു. അത് നമ്മുടെ മുബീൻ മുഹമ്മദ് സാർ ആദ്യമായിട്ട് മുബീൻ സാറിന്റെ ഒരു ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പൊ ആള് തലശ്ശേരിയിൽ വന്നത് ഒരു പ്രോഗ്രാമാണത്. ഭ്രമരെന്നല്ല പ്രോഗ്രാമിന് ഒരു പേര് എനിക്ക് ഇപ്പം എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നില്ല. അപ്പം ആ ഒരു പ്രോഗ്രാമിലാണ് അന്നെയും കൂട്ടി പോന്നെ. അപ്പൊ എന്നോട് പറഞ്ഞു തൻഷാ ഞാൻ ഒന്ന് വേഗം ബാക്കോട്ടേക്ക് വിട്ടോ, ഒന്നും നോക്കണ്ട, നമുക്ക് പോയി കളയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. 1000 ആളെ നിനക്ക് അങ്ങനെ നിൽക്കാൻ വയ്യ, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് 4 ആൾ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് കയ്യും കാലും വേർക്കും, ഞാൻ ഒന്ന് വേഗം വിട്ടോന്ന് പറഞ്ഞു. അപ്പൊ ഓൻ എന്നോട് പറയാം ഇപ്പൊ നടക്കുന്നത് ഞാനല്ല, എന്റെ ബേക്ക് 4 എല്ലാം ഉണ്ടെന്നുണ്ട്, ഇനിയും കൊണ്ട് എനിക്ക് ബേക്കിലോട്ട് പോകുന്നത് നടക്കൂല, ഞാൻ മുന്നോട്ടേക്ക് തന്നെ പോവാ, കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ, ഞാൻ എനിക്ക് 4 പേൻ എടുക്കുന്നു. എന്നാ പിന്നെ നടക്കും. മുമ്പിൽ തന്നെ ആരെങ്കിലും എന്നെ കൊണ്ടുപോയിട്ട് അവിടെ മുന്നിലാടി ഇരുത്തി. മുന്നിലാടി ഇരിക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ കാറിന്റെ ചാവി അടിക്കുന്നുണ്ട്. അപ്പോ നമ്മളെ മുബീൻ സാറിന്റെ ഒരുപാട് കാര്യം കേൾക്കാൻ പറ്റി. അതേ മുബീൻ സാർ പറഞ്ഞൊരു, എനിക്ക് അത്യാവശ്യം ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് ആ സമയത്ത് അറിയുന്നതുകൊണ്ട് മുബീൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നവും അസാബിനി, എല്ലാ കാര്യങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു നല്ല കാലം വരുന്നുള്ളൊരു കാര്യവും. അതേപോലെ കുറച്ച് ഖുർആനിലെ ഒരുപാട് ആയത്തുകളൊക്കെ എനിക്ക് അറിയുന്നത് കൊണ്ട് അതൊക്കെ കേട്ടപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇത് ചെയ്താൽ എന്തെല്ലോ കിട്ടുന്നുള്ള കാര്യം, അത് എന്ത് കിട്ടുന്നൊന്നും അറിയില്ല, എന്തെല്ലോ കിട്ടുന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ ഞാന് അവിടുന്ന് മുബീൻ സാർ എല്ലാരും വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ താല്പര്യമുള്ള ആളുകളൊന്ന് സ്റ്റേജിലേക്ക് കയറി വരുന്നു പറഞ്ഞു. കുറെ ആൾ കൈമുട്ടുന്നുണ്ട്, ഞാൻ നോക്കുന്നുണ്ടാവും എന്റെ കൂടെ വന്ന ആൾക്കാരും കൈമുട്ടുന്നുണ്ട്. ഇവരെല്ലാം കിട്ടുമല്ലോ, എനിക്ക് കൈമുട്ടുന്ന ആൾക്കാരെല്ലാം കിട്ടുമല്ലോ, വിജയിക്കാൻ ആഗ്രഹമുള്ള ആളുകളെല്ലാം കയറി വാന്ന് പറയുമ്പോക്ക് ഞാൻ നോക്കുമ്പോണ്ട് എന്റെ പേരും വന്ന ആരില്ല, എല്ലാം ഉണ്ട് മറ്റേ സ്റ്റേജ്മാ. ഞാൻ സെറ്റായി, ഞാൻ രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് 2 സൈഡും എന്റെ കൂടെ ആളുകളായി വിചാരിച്ചാ പോയതാ. അങ്ങനെ ഞാന് വീട്ടിലെല്ലാം എത്തി. എടാ നമുക്ക് 2-10 വേണ്ടേ, 2-10 നീ ആദ്യം വാങ്ങിക്ക്, എന്നിട്ട് നമുക്ക് മതിയും, നീ ആദ്യം വാങ്ങിച്ചിട്ട് നമുക്ക് 2-10 വാങ്ങിക്കാം, ഇപ്പൊ നമുക്കായിരിക്കും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ വീണ്ടും ചാർജ് പറഞ്ഞു. പക്ഷെ ആ പ്രോഗ്രാമിന്റെ ഒരു പ്രതിഫലനം അതിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ നിരന്തരം പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം ഉമ്മ പരസ്യം ചെയ്താണ് നേരത്തെ ഷോപ്പിൽ വന്നിട്ട് ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കിയ കുറച്ച് ആൾക്കാർ ഇവരെന്തെങ്കിലും ഉണ്ട് നടന്ന് കുറച്ച് ആൾക്കാർ പ്രവർത്തനം വാങ്ങിക്കാൻ തുടങ്ങി.
ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് ഞാനൊക്കെ ഷോപ്പും കൂട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പിന്നെ ഷോപ്പൊന്നുമില്ല. എനിക്കിപ്പോ ഓർമ്മയുണ്ട്, ഒരാഴ്ചത്തോളം എന്റെ ഷോപ്പ് ഞാൻ തുറന്നു വെച്ചിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. തുറന്നു വെച്ചിട്ട് അപ്പുറത്തെ ലേഡി എന്നെ പറയാത്ത അവസ്ഥ. അവിടെ ഒരു ഗിരിജ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ട് എന്റെ ഇപ്പുറത്തുള്ള ആള് പറയും, തൻഷ ഇന്നെ പറ്റിക്കുന്നയാ മോനെ, നീ എന്തിനാണ് വേണ്ടാത്ത പ്രോഗ്രാമിലെല്ലാം പോകുന്നത്? എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വിറ്റ വിഷയം കിട്ടൂലേ, ഇത് ഇവിടെ വരുന്നാളും മടങ്ങി പോകുന്ന എനക്കെന്നെ കാണുമ്പോ സങ്കടമാന്ന്. എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ഓട്ടോക്കാരനുണ്ട്. ആ ഓട്ടോക്കാരൻ പറഞ്ഞത്, തൻഷാനെ ഇതേപോലെ കുറെ പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ടേ, ഇന്റെ ദിവസം എനിക്ക് 100-200 കിട്ടും, പക്ഷെ നീ ഈ പോകുന്ന പൈസ എനിക്ക് നഷ്ടമാണ്. ഇതേപോലെ കുറെ ആൾക്കാർ ചെയ്ത് നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ പരിമിതിയുള്ള ആൾക്കൊന്നും പറഞ്ഞ ബിസിനസ് അല്ല ഇതെന്നെല്ലാം പറഞ്ഞ് എന്നെ അവിടെ എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. പക്ഷെ ഞാന് വീണ്ടും ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ എനിക്ക് മനസ്സിലായി, ഇത് നമ്മുടെ 916 സ്വർണ്ണം ആരും ഫുട്പാത്ത് നിന്ന് വെക്കൂല അല്ലെ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇതെല്ലാവരും പോയിട്ട് ഒറ്റയടിക്ക് പറയേണ്ട ബിസിനസ് അല്ല, ഇതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് മനസ്സിലായി. പിന്നെ ഞാൻ അതിന്റെ ഞങ്ങൾക്കത് അറിയുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ നമുക്ക് FSS പ്രോഗ്രാം ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, അതിലൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ ലീഡേഴ്സ് വിളിക്കുന്ന പ്രോഗ്രാമിലെല്ലാം എന്തായാലും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് രാവിലെ മുതൽ ഈവനിങ് വരെ ഇരിക്കുന്ന സമയത്ത് ഞാനും ഉമ്മയും രാത്രി ഇരുന്നത് കരയലാണ്. ഉമ്മയെ കരയാ, ഞാൻ പിന്നെയും സഹിച്ചു പഠിക്കും. ഉമ്മക്കറിയാം എന്റെ കണക്ക് നല്ല വേദനയാണ്, എന്റെ ഉറക്കമൊന്നും കിട്ടുന്നില്ല, എന്തിനാ മോനെ വേണ്ടാണ്ട് എന്തിനാന്ന്. ഉമ്മ ഒരിക്കലും ഞാൻ ചോറ് വരുത്തുന്ന സമയത്ത് ഞാൻ ഉമ്മാര് പറഞ്ഞു, ഉമ്മ ഞാനൊരു ദിവസം 2,10,000 വായിക്കുന്നു. ഉമ്മ പറഞ്ഞു, നീ ആദ്യം മാസം 2,000 മേടിക്കുന്നത് തൻഷാൻ, എന്നിട്ട് അത് 2,10,000. നീ ആദ്യം 2,000 മേടിക്കുന്നത്. ഉമ്മ പോലും എന്നോട് പറയുന്ന അവസ്ഥയിൽ വന്നു. അങ്ങനെ ഈ ട്രെയിനിങ് പ്രോഗ്രാം പഠിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഒരു ഇതായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ അതിലൊരാൾ എന്നോട് ചോദിച്ചു, പിന്നെ എന്റെ സംഭവം മാറിയേ. എന്നോട് ഒരാൾ ചോദിച്ചു, ഇതെല്ലാം ഒരുപാട് ആളുകൾ അപ്പത്തെ സുബൈദെല്ലാം ചെയ്ത് നിർത്തി. സുബൈദ എന്നൊരു പേരാണ്. സുബൈദ എന്നുള്ള ആരും ഇതിൽ ഒരു വിഷമമൊന്നും വേണ്ട, ഞാൻ ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ, എന്താ വേണ്ടി ആൾക്കാ. അപ്പൊ ആള് എന്ത് പറഞ്ഞ്, അപ്പത്തെ ആൾ ഇതെല്ലാം ചെയ്ത് പൂട്ടിയതാന്ന് നിർത്തിയതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കല്യാണം കഴിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ചങ്ങായി ഒരു കല്യാണം കഴിച്ചിട്ട് ആ കല്യാണം ഡൈവോഴ്സ് ആയി, അത് വിചാരിച്ച് നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യാൻ നിൽക്കുമോ? നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുമോ? ഇല്ല. വിശ്വത്തിൽ പരാജയപ്പെടുന്ന ആൾ ഒരുപാട് ആളുണ്ടാവും, അവർ ചെയ്യാത്തത് കൊണ്ടാ. ഇഷ്ടംപോലെ ആൾക്കാരില്ലേ, ഒരുപാട് ആളുകൾ പരാജയപ്പെടുന്ന ആളുകളുണ്ട്. കാരണം അവർ കൃത്യമായിട്ട് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ നമ്മളിത് ചെയ്യുവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഉത്തരങ്ങൾ കൊടുക്കാനുള്ളൊരു എഴുതൊക്കെയോ സാധനം വരാൻ തുടങ്ങി. പിന്നെ പരിമിതിയുള്ള ആളുകൾക്കൊന്നും പറയുന്ന പറ്റിയ ബിസിനസ് അല്ലേ ഇത്. സാറേ ഞാനൊരു കാര്യം, നമ്മുടെ ഖുർആനിൽ വചനമുണ്ട്, ഹുവൽ ഖവിയ്യു എന്ന് പറയും. അതായത് പരിമിതി ഇല്ലാത്ത ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ, അത് സൃഷ്ടാവ് മാത്രമാണ്. ബാക്കി എല്ലാത്തിനും ലോകത്ത് പരിമിതിയുണ്ട്. ഹെലികോപ്റ്റർ പ്ലെയിനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ? അത് ഒറ്റയടിക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, പറ്റില്ല. അതും മെല്ലെ വന്ന് പതുക്കെ മാത്രമേ ലാൻഡ് ചെയ്യുള്ളൂ. ഒറ്റയടിക്ക് വന്ന് ലാൻഡ് ചെയ്യുക ഇല്ല, പറ്റില്ല. കാരണം പരിമിതി ഇല്ലാത്ത ഒരു വസ്തുവും ലോകത്തില്ല. അപ്പൊ ഇതും പറഞ്ഞു കൊടുത്തപ്പം അടുത്ത ആളെ വായും പൂട്ടി. അങ്ങനെ പൂട്ടിക്കണ്ട ആളെ വായെല്ലാം ഏകദേശം പൂട്ടിച്ച്. പിന്നെ ഒരാൾ എന്നോട് പറയാ, അതും എനിക്ക് അറിയുന്ന എന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഇതെല്ലാം പറയുക, നിങ്ങൾക്കും അതേപോലെ കിട്ടും, അപ്പം പറയണ്ട, അടുത്തറിയുന്ന ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ശരിക്കും തട്ടുക. അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞത്, നീ പുറലോകമൊന്നും കാണുന്നില്ല, അതുകൊണ്ട് നീ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട, സ്വരേഖം കുറച്ച് മാറ്റാം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പുറം ലോകം അറിയില്ലായിരിക്കും, പക്ഷെ ചില ആളുകളുടെ ഉള്ള എനിക്ക് നല്ലോണം അറിയാവുന്നത്. അപ്പൊ അതും അത് നിർത്തി. പിന്നെ അയാളെന്തോ കൊള്ളിച്ചു പറഞ്ഞാൽ അയാൾക്ക് തോന്നി, അയാൾ അത് നിർത്തി. അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. പിന്നെ കൃത്യമായിട്ട് ഞാൻ ആരും പറയാ, എന്റെ ഷോപ്പിൽ വന്ന ആളോട് ഞാൻ 2:10 വരുന്നോ ചോദിക്കും. 2:10 വരുന്നോ ആ രീതിയിലാണ് ചോദിക്കാം. പിന്നെ അതെല്ലാം നിർത്തി, പറയേണ്ടവനോട് മാത്രമേ അറിയൂ. അപ്പം ഞാന് ഈ പറയുന്ന രീതിയിൽ ഒരു ദിവസം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലാവും. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് എൻ്റെ ലൈഫിൽ ഇന്നത്തോളം. അപ്പൊ ഒരു ദിവസം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ലീഡർ വിളിച്ചു,
ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാ. അപ്പം ആളെന്നോട് പറഞ്ഞു, തൻഷാൻ സാറേ ഗ്രൂപ്പിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അയാൾ സങ്കടത്തോടെ പറയുന്നത്, നിങ്ങൾ എന്തോ TC ആയിട്ടാക്കി. ഞങ്ങൾ TC ഞാൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല സാറേ, ഞാൻ TC ആക്കേണ്ട കാര്യം. ആ സമയത്ത് TC എന്താന്ന് പോലും അറിയില്ലല്ലോ. ആദ്യമായിട്ടാണ് ഗ്രൂപ്പിൽ TC എന്നെല്ലാം കാണുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു സംഭവമല്ല മനസ്സിലായി. TC എന്ന് പറഞ്ഞൊരു റാങ്കാണ്, അടുത്ത ലെവലിലേക്ക് കയറിയതാന്നുള്ളത് കാര്യം. പക്ഷെ എനിക്ക് അതൊന്നുമല്ല എന്നെ അതിശയിപ്പിച്ച കാര്യം അതല്ല. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും എൻ്റെ ഹോസ്പിറ്റൽ ബില്ല് കിട്ടുന്നത് എൻ്റെ ഒപ്പിയായിരിക്കും. പക്ഷെ അന്ന് ബുധനാഴ്ച, അന്ന് ഏകദേശം 3 മണിയായ സമയത്ത് ടിക് 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 എന്നൊരു മെസ്സേജ് വന്നു. നോക്കുമ്പോൾ അതിലൊരു 10,000 രൂപയുണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ടീം വർക്കാണ്. ഞാൻ നാളെ ഇല്ലെങ്കിലും ടീം നടക്കുന്ന ആ ഒരു പ്രതിഫലനം, ടീം നടക്കുന്ന കച്ചവടത്തിനനുസരിച്ച് ആളുകൾ നമ്മുടെ കൂടെ ചെയ്യുന്ന സമയത്ത്, ഒരുപാട് ആളുകളെ നമ്മൾ വിജയിപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലും വരുമാനം വരുന്നത് കാര്യം ബോധ്യപ്പെട്ട്, അപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്ത്, ഇനി ഈ പറഞ്ഞ രീതിയിലല്ല, ഇനി കുറച്ചും കൂടി ശക്തമായ രീതിയിൽ ബിസിനസ് ചെയ്യും. അങ്ങനെ ശക്തമായ രീതിയിൽ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തു. അങ്ങനെ കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലെത്തി. അവിടുന്ന് നമ്മുടെ കമ്പനി മാനേജ്മെന്റ് അടങ്ങുന്ന രീതിയിൽ അവര് എനിക്കൊരു ഡേറ്റ് ഇങ്ങോട്ട്, എനിക്കതായത് സ്വപ്നം പോലെയാണ്. കമ്പനി മാനേജ്മെന്റ് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു, സാറേ നമ്മൾ ഇന്നൊരു ഡേറ്റ്, ഞാൻ പെട്ടെന്ന് വണ്ടി എടുക്കുന്നത് വിചാരിച്ച ആളൊന്നുമല്ല. കമ്പനി മാനേജ്മെന്റ് വിളിച്ചു, ആ സമയത്ത് വണ്ടി എടുക്കേണ്ടി വന്ന ഒരാളാണ്. കമ്പനി മാനേജ്മെന്റ് വിളിച്ചിട്ട് പറഞ്ഞു, ടെൻഷൻ സാറേ ഇന്ന ഡേറ്റ് സംഭവം എടുത്തോ, സലിൽ മാത്യു സാറ്, നമ്മൾ എല്ലാവരും ഉണ്ടാവും, നികുചന്ദൻ സാർ അതൊക്കെ വരുന്നത്. അങ്ങനെ 7 ലക്ഷം രൂപ വരുന്ന ഒരു വണ്ടി കമ്പനിയുടെ അപ്കമിങ് MD കീ തരുന്ന രീതിയിൽ ഒരു വണ്ടി എടുക്കാനൊക്കെ സാധിച്ചു. അൽഹംദുലില്ലാ. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന റീജിയണൽ ടീം കോർഡിനേറ്റർ ഒരു വേദിയിൽ നികുചന്ദൻ സാറ് അദ്ദേഹത്തിന്റെ പോക്കറ്റിലുള്ള 1 ലക്ഷം രൂപ വരുന്ന ഒരു സൺഗ്ലാസ് എനിക്ക് ഗിഫ്റ്റ് തന്നു. അപ്പം അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ എന്നെ ഉണ്ടാക്കി. ഇന്ന് ഈ പറയുന്ന റാങ്കിൽ നിന്നു. ഇന്ന് എന്നെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ സമയം ഒരുപാടായി, ഞാൻ സമയം നോക്കി ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഇന്ന് സോഷ്യൽ മീഡിയയിൽ 3 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സുള്ള രീതിയിലൊക്കെ വളരാൻ തുടങ്ങി. ഇന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് ആഴ്ചക്ക് എന്തായാലും ഒരു പ്രോഗ്രാമുള്ള രീതിയിൽ വളരാൻ തുടങ്ങി. ഇന്ന് പ്രോഗ്രാമുകൾ പുറത്തെടുക്കുന്ന രീതിയിൽ, ട്രെയിനിങ് എടുക്കുന്ന രീതിയിൽ, മോട്ടിവേഷൻ ട്രെയിനറായിട്ടും പല രീതിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലായിട്ടും, അങ്ങനെ എന്നിലുള്ള പല കഴിവുകൾ ഞാൻ പുറത്തെടുത്ത് ഇന്ന് പുറത്ത് ഒരുപാട് പ്രോഗ്രാമുകളിലും കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങി. അതേപോലെ തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തൊക്കെ പറ്റില്ല എന്ന് വിചാരിക്കുന്നു, അതൊക്കെ പറ്റും എന്ന് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം, അതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എന്റെയും സപ്പോർട്ട് നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ഒരു ബിസിനസിന്റെ കപ്പിത്താൻ നിങ്ങൾ മാത്രമാണ്, മറ്റാരുമല്ല. ഈ ബിസിനസിന്റെ കപ്പിത്താനായിട്ട് നിങ്ങൾ മാറുക. ഒരുപാട് കാര്യങ്ങൾ എനിക്കും സംസാരിക്കുന്നുണ്ട്, പക്ഷെ അതൊരു വൺ ഡേ ട്രെയിനിങ് ആയിട്ട് മാറും. അതുകൊണ്ട് ഞാൻ എന്തായാലും നിർത്തിയാണ്. എല്ലാവരും ഈ ബിസിനസിന്റെ കപ്പിത്താനായി മാറിക്കൊണ്ട് ഒരുപാട് വിജയങ്ങൾ, കമ്പനിയുടെ ഏതൊക്കെ റാങ്കിലുണ്ടോ അതൊക്കെ നേടുന്ന ആളുകളായിട്ട് നിങ്ങളൊക്കെ മാറട്ടെ, അല്ലെങ്കിൽ മാറണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം, എൻ്റെ ഈ ഒരു ചെറിയ സമയം ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരിമിതികളൊന്നും ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് കൃത്യമായിട്ട് തൻഷാദ് സാർ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തായാലും ഒരുപാട് അറിവുകൾ നമുക്ക് ഒക്കെ പാഠമായിട്ട് ഉൾക്കൊള്ളാൻ സഹായിക്കുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ചരിത്രം വായിച്ച് രസിക്കാനുള്ളതല്ല, ചരിത്രം സൃഷ്ടിക്കാനുള്ളതാണ് പറഞ്ഞ പോലെ തൻഷാദ് സാർ എന്തായാലും ചരിത്രത്തിന്റെ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു പേരായി മാറും. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഒരുപാട് വീരപുരുഷന്മാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് അല്ലെ. വരും നാളുകളിൽ ചരിത്രത്തിന്റെ ഭാഗമാവാനുള്ള ഒരാൾ കൂടിയാണ് തൻഷാദ് സാറ്. എന്തായാലും എല്ലാവിധ അഭിനന്ദനത്തിന്റെ 1000 പൂച്ചെണ്ടുകളെ അർപ്പിക്കുകയാണ്. നമ്മൾ ഒഴുക്കിന് അനുകൂലമായിട്ട് നീങ്ങാൻ എല്ലാവർക്കും സാധിക്കും. ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അല്ലെ. നമ്മളൊരു വർഷക്കാലൊക്കെ വരുന്ന സമയത്ത് പുഴയിൽ കൂടെ എല്ലാ ചണ്ടിപ്പണ്ടാറും എല്ലാം വരും. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഒരു വർഷത്തില് ആനയുടെ മൃതദേഹം അടക്കം ഒഴുകി വന്നിട്ടുണ്ട്. വൃക്ഷങ്ങളും മറ്റും പലതും ഒഴുകി വരും. പക്ഷെ അപ്പോഴും
ഒരു 50 ഗ്രാം പോലും തൂക്കം വരാത്ത പരൽമീന് ഒഴുക്കിനെതിരെ നീന്തി കയറുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധിയൊക്കെ അഭിമുഖീകരിച്ച് നീന്തി കയറിയിട്ടുള്ള ഒരു എനർജറ്റിക് ലീഡറാണ് തൻഷാദ് സാറ്. അദ്ദേഹത്തെ ഏത് വാക്കുകൊണ്ട് അഭിനന്ദിക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷെ അഭിനന്ദിക്കുന്നതിനൊക്കെ അപ്പുറം ബാക്കിയുള്ള നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഇതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ എന്താണ് ഇനി കാത്തിരിക്കാനുള്ളത്? ഇതൊരു തീർച്ചയായിട്ടും പ്രചോദനാത്മകമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. വളരെ വിലപ്പെട്ട എക്സ്പീരിയൻസ് ആണ്. ഇപ്പോ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാര്യത്തില്. ഇനി ഹാൻഡ് റൈസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അയ്യൂബ് സാറിന് മൈക്ക് പരിചയപ്പെടുത്തി കൂടുതൽ ആളുകൾക്കും സാർ അറിയൂല. നൂറുദ്ദീന് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് തിരുവേഗ പ്രദേശിയാണ്. ഇപ്പൊ ഏതാനും മാസങ്ങളായിട്ട് ഞാൻ ബിസിനസ് അവസരം കൂടെ ഉണ്ട്. എനിക്ക് ഒരു ലീഡർ അല്ല, ഒരു കൂട്ടം ലീഡർമാര് ഉണ്ട്. അവരൊക്കെ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഞാനും ഒരു കാഴ്ച പരിമിതിയുള്ള ആളാണ്. ഒരു അപകടത്തിൽ പെട്ടിട്ട് കാഴ്ച നഷ്ടപ്പെട്ട ആളാണ്. കണ്ടിരുന്ന ആളാണ്. ഓട്ടോറിക്ഷയും കാറും ജീപ്പും ട്രെയിനും ഒക്കെ കണ്ട ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പരിധി ഉള്ള ആളാണ്. പക്ഷെ ആ പരിമിതി വെച്ച് ഞാനും ഇരിക്കണില്ല. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ അതിന്റെ അങ്ങല കണ്ടിട്ടേ അടങ്ങൂ എന്ന് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്ന് നമുക്കൊരു പ്രചോദനം കൂടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രോഗ്രാമില് റിവ്യൂ ഇല്ലേ ഉമർ സാറേ?